വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ വിശ്വാസികളെ തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും മനുഷ്യരുടെ പാരമ്പര്യങ്ങളിൽ നിന്നും ജാഗ്രത പാലിക്കാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിൽ മാത്രമാണ് യഥാർത്ഥ ജ്ഞാനവും പൂർണ്ണതയും ഉള്ളതെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. വിശ്വാസികൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനാൽ പഴയ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായവരാണ്. യേശു ക്രിസ്തുവിൽ എല്ലാ ആത്മീയ പൂർണ്ണതയും അടങ്ങിയിരിക്കുന്നു. അതിനാൽ വ്യാജ ഉപദേശങ്ങളാലോ മനുഷ്യ നിയമങ്ങളാലോ വഴിതെറ്റാതെ അവനിൽ ഉറച്ചു നിൽക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനോഹരമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നു. ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ അവനിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. മനുഷ്യ പാരമ്പര്യങ്ങളും ലോകത്തിന്റെ ആശയങ്ങളും പിന്തുടരാതെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. ദൈവത്വത്തിന്റെ സമ്പൂർണത ക്രിസ്തുവിൽ വസിക്കുന്നു. ക്രിസ്തുവിന്റെ മരണവും ഉയർപ്പും വഴി പാപങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച് കുരിശിലൂടെ പാപക്കടവും ശത്രുവിന്റെ അധികാരവും ഇല്ലാതാക്കി. ഭക്ഷണം, പാനീയം, ഉത്സവങ്ങൾ, ആചാരങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരും വിധിക്കരുത്. യഥാർത്ഥ സത്യം ക്രിസ്തുവിലാണ്. കപടവിനയവും മനുഷ്യനിർമ്മിത നിയമങ്ങളും ആത്മീയ വളർച്ച നൽകുന്നില്ല. ക്രിസ്തുവിനോടുള്ള ബന്ധമാണ് വിശ്വാസിയുടെ ശക്തി. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. കൊലോസ്യോസ് 2-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കൊളോസ്യോസ് 2-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.